ഇതെന്ത് കഷ്ടം ഇത്. ഇതിപ്പോ വീടിന് പുറത്ത് നല്ല റേഞ്ച് കിട്ടാത്ത അവസ്ഥയാണല്ലോ. ആ ഷാഫി, എന്താ വിളിച്ച കാര്യം പറയും. അഞ്ജലി അല്ലേ അത്? അഞ്ജലി എന്താ ഇവിടെ, അതും ഈ നേരത്ത്? ആ ഷാഫി, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചോളാം. ഇതെന്താ ധൃതി പിടിച്ച് ഓടുന്നേ? അഞ്ജലി, അഞ്ജലി എന്താ ഇവിടെ? ഇവിടെ ആരെ കാണാൻ വേണ്ടി വന്നേ? അവളുടെ ഭർത്താവിനെ കാണാൻ. മനസ്സിലായില്ലേ? അഞ്ജലി ശംഖചക്രം തറവാടിന്റെ മുന്നിൽ കയറി വന്നത് അവളുടെ ഭർത്താവിനെ കാണാനാന്ന്. ശംഖചക്രത്തിലെ ഭർത്താവിനെ കാണാനോ? അതേത് ഭർത്താവ്? നിനക്കെന്താ തലയ്ക്ക് പിരി ഇളകിയിരിക്കുകയാണോ അനുപമേ? തലയിലെ പിരി ഇളകുകയല്ല, കൂടുതലും മുറുകും. അനുപമയുടെ അല്ല, അഭിലാഷിന്റെ. സ്ത്രീയുടെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ നമ്മുടെയൊക്കെ നാട്ടില് ഭർത്താവെന്ന് പറയും. സ്വന്തം അനുജന്റെ ഭാര്യയെ കാണുമ്പോ പരിസരം മറന്ന് ഭ്രമിച്ച് ഓടി അടുക്കുന്ന പിരിലൂസാ നിങ്ങള്. സ്വന്തം അനുജന്റെ ഭാര്യ? നിനക്കെന്താടി അഞ്ജലിയോടുള്ള പക മൂത്ത് എന്താ ഇവിടെ പറയേണ്ടെന്ന് നിനക്കൊരു നിശ്ചയമില്ലാതായോ? അഞ്ജലി ഭർത്താവിനെ കാണാൻ വന്നു പോലും. അതുകൊണ്ട് എനിക്ക് പിരികളാൻ വേണ്ട. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട നീ. ഞാൻ പറയുന്നതാണോ അഭി ഈ കാണിക്കുന്നതാണോ കുറ്റമെന്ന് ഞാൻ തെളിയിക്കാം. ദാ, ഇതാണ് അർജുൻ ഇവളുടെ കഴുത്തിൽ കെട്ടിയ താലി. എന്താ, കണ്ടു ബോധ്യപ്പെട്ടോ? ഇപ്പൊ മനസ്സിലായല്ലോ കാര്യങ്ങളുടെ കിടപ്പുവശം. ഇനി മുതൽ ഇവള് നിങ്ങൾക്ക് വെറും അഞ്ജലിയല്ല, അനുജന്റെ ഭാര്യയായ അനുജത്തി അഞ്ജലി. അതും മറക്കരുത്. അനുജത്തി എന്നാലേ വീട്ടിലേക്ക് കയറ്. ചേട്ടൻ അല്പനേരം നടുമുറ്റത്ത് നിന്ന് വിയർത്ത് ഒഴുകട്ടെ.
ചേട്ടൻ എപ്പോഴാ എത്തിയത്? ഞാനെത്തിയത് അവിടെ നിൽക്കട്ടെ. നിന്നെക്കുറിച്ച് കേട്ടത് ശരിയാണെന്ന് എനിക്കറിയേണ്ടത്. എന്ത് കേട്ടു? അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കഴുത്തിൽ നീ താലി കെട്ടിയോ? അവളിന്ന് നിന്റെ ഭാര്യയാണോ? അതെ. അവളിന്ന് നിന്റെ ഭാര്യയാണോ? അതെ. ഞാനും അഞ്ജലിയും പോലും അറിയാതെ ഞങ്ങൾ ഈ വിവാഹിതരായി. അഞ്ജലി ഇന്നെന്റെ ഭാര്യയാണ്. ഇനി അഡ്വക്കേറ്റ് അഞ്ജലിയുടെ സ്ഥാനം ഈ പടിക്ക് പുറത്താക്കും. ഇതൊരു വിവാഹം കഴിഞ്ഞുള്ള വരവാണ്. ആരതി ഒഴിഞ്ഞു വേണം വധുവരന്മാരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ. സാഹചര്യം അങ്ങനെ ആയിപ്പോയി. എനിക്ക് മുന്നില് മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു. സ്വയം അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തൊരു കുറ്റത്തിന് ഇവിടെ ഈ വീട്ടിൽ വന്ന് കയറിയ നേരം മുതൽ അഞ്ജലി എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തുക. അച്ഛനും അമ്മയും ചെറിയച്ഛനും ഇളയമ്മയും എല്ലാവരും. അതിനിടയിൽ അച്ഛൻ കളിച്ചൊരു ഡ്രാമ കാരണം അഞ്ജലി എന്നെ പോലും സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്നത്. ഈ ഒരു സാഹചര്യത്തില് ചേട്ടന് മാത്രം എന്നെ സഹായിക്കാൻ കഴിയൂ. ചേട്ടൻ വേണം എനിക്കൊപ്പം നിൽക്കാൻ. അഞ്ജലിക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ ചേട്ടൻ എന്നെ സഹായിച്ചേ പറ്റൂ. പ്ലീസ്. ചേട്ടൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, നീ നിന്റെ പെണ്ണുമ്പിള്ളയും വിളിച്ചോണ്ട് വാടാ, ഞാനുണ്ട് നിന്റെ കൂടെയെന്ന്. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ എന്റെ പെണ്ണുമ്പിള്ളയെ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനി വേണ്ടത് ചേട്ടന്റെ എങ്കിലും പിന്തുണയും അനുഗ്രഹമാണ്. പ്ലീസ് കൈവിടരുത്. എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ. ഇവരാരും പറയുന്ന കേൾക്കാൻ നീ നിന്നു കൊടുക്കരുത്. ആലോചിച്ച് ഉചിതമായൊരു തീരുമാനം എടുക്കണം. ഒന്നും നടന്നില്ലെങ്കിൽ നീ നിന്റെ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വാടാ. നിനക്കിപ്പോ ഞാനുണ്ട് എന്ത് സഹായത്തിന്. അറിയേണ്ടതും പറയേണ്ടതും എല്ലാം അനുജൻ തന്നെ വിസ്തരിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആരെന്തു പറഞ്ഞാലും അഞ്ജലിയെ നിങ്ങൾക്ക് ഒരിക്കലും അനുജത്തിയായി കാണാൻ സാധിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അഭി ഒരു കാര്യം മാത്രം ചെവിയിൽ നുള്ളിക്കാം. അഞ്ജലിയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ച ഈ ശംഖുചക്രം തറവാട് അനുപമ തകർക്കുന്ന ഉറപ്പാ. അതിനിട വരുത്തരുത് നിങ്ങള്.
ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് അയ്യോ, എന്താ പാട്ട് നിർത്തിയത്? നല്ല പാട്ടായിരുന്നല്ലോ. അതെ, പാട്ട് നല്ലതാ. എന്റെ ഫേവറേറ്റ് ഓണപ്പാട്ടുകളിൽ ഒന്ന്. അതില് വല്ലാത്തൊരു നൊമ്പരം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാ അതിന്റെ ഒരു മാജിക്. ഓ, അങ്ങനൊന്നും പറഞ്ഞ എനിക്ക് മനസ്സിലാവൂല. ഞാനിപ്പോ വന്നത് ചേച്ചിയോട് വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ പത്മയ്ക്ക് എന്നോട് ചോദിക്കാനുള്ളത്? ചേച്ചി, അത് പിന്നെ പോരട്ടെ, ചോദിച്ചോ. അഞ്ജലി ചേച്ചി ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലേ ചേച്ചി? അത് പിന്നെ പത്മേ, അഞ്ജലി ചേച്ചി ഇനി ഇങ്ങോട്ട് വരാതിരുന്നാ എന്റെ കേസ് എങ്ങനെ മുന്നോട്ട് പോവും? കേസും പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് വെച്ചാലും എത്ര നാളെന്ന് വെച്ചിട്ടാ ഞാനിങ്ങനെ നിങ്ങളുടെ കൂടെ, അതും ഇന്ദിര അമ്മായിയുടെ ആട്ടും തുപ്പു സഹിച്ച്. നോക്ക് പത്മേ, അഞ്ജലി ഈ വീട്ടിലേക്ക് വരുമോ, എന്ന് വരും എന്നൊന്നും ചോദിച്ചാ നിനക്ക് തരാൻ എന്റെ കയ്യിൽ കൃത്യമായ ഉത്തരവൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, പത്മയുടെ കേസിന്റെ വക്കാലത്ത് ഏറ്റെടുത്തത് അഞ്ജലിയാണെങ്കിൽ അവള് നിന്നെ കൈവിടില്ല ഒരു സാഹചര്യത്തിലും. നിനക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, അവള് നിനക്ക് നീതി വാങ്ങി തന്നിരിക്കും. കാരണം പത്മയുടെ വക്കീലിന്റെ പേര് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന. അവളെ ജയിക്കാനായിട്ട് ജനിച്ചവളാ. രാജാജി കോളനിയില് ഫസ്റ്റ് സ്ട്രീറ്റ്, വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീട്. ആര്യ സതീഷ് അവിടെ ഉണ്ടാവും. ഇൻഫോർമേഷൻ കറക്റ്റ് അല്ലേ? താനെന്താ ബ്രഹ്മം കണ്ടതുപോലെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അതിഥിയായിട്ട് വന്നവരെ അകത്തോട്ട് ക്ഷണിക്കണം എന്നുള്ളത് ഈ വീട്ടിലുള്ളവർക്ക് അറിയില്ലേ? സോറി, കേറി വരൂ. ആ പത്മ, അമ്മയെ വിളിക്കും. സാർ അകത്തേക്കിരിക്കാം. നൈസ് ആംബിയൻസ്. മുറ്റത്തൊരു മാവ്, മാവിന്റെ ചുവട്ടിലൊരു വീട്, വീട്ടിനുള്ളിലാണെങ്കിൽ ഒരു പൂവ്. സോറി, ഒരു പൂവ് കൂടെ ആകാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാ. ഈ ഒരു മുല്ലപ്പൂവൊക്കെ. അല്ല, കേട്ടിട്ടില്ലേ മുല്ലവള്ളിയും തേന്മാവും? പണ്ട് കാളിദാസന്റെ ശാകുന്തളത്തിൽ. അതെ, കാളിദാസനും ശാകുന്തളും ഒക്കെ അവിടെ ഇരിക്കട്ടെ. സാറ് വന്ന കാര്യം പറ. ഞാനത് പറഞ്ഞില്ല അല്ലേ? എന്നാ പിന്നെ പറഞ്ഞു കളയാം. അതെ, ഇയാളുടെ ഈ കാലിനെന്ത് പറ്റി? അല്ല, ജന്മന എങ്ങനെയാണോ അതോ എന്തെങ്കിലും അപകടം പറ്റിയിട്ട്? അയ്യോ സോറി, ഞാൻ തന്നെ ഡിസ്റ്റർബ് ചെയ്യാനോ വേദനിപ്പിക്കാനോ വേണ്ടി ചോദിച്ചതല്ല. തന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ കാര്യങ്ങളൊന്നും അറിയാമെന്ന് വിചാരിച്ച് ചോദിച്ചതാ. ആരാ മോളെ ഇത്? അമ്മായി, ഇത് അപ്പൊ അമ്മയല്ല, അമ്മായിയാണല്ലേ? അമ്മായി, ഞാൻ സാരഥി, പാർത്ഥസാരഥി എന്നാ മുഴുവൻ പേര്. ഈ ഹെർക്കുലിസ് ജിമ്മിന്റെ പ്രൊപ്പറേറ്റർ കം ട്രെയിനർ കം ജീവാത്മാവ് കം പരമാത്മാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജീവാത്മാവും പരമാത്മാവോ? അയ്യോ അമ്മായി, ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹെർക്കുലിസ് ജിമ്മിന്റെ ഓൾ ഇൻ ഓൾ ഞാനാണെന്നാ. പ്രൊപ്പറേറ്റർ കം ട്രെയിനർ. ശരി ശരി, സാറിനിപ്പോ എന്താ വേണ്ടത്?
ആര്യമോളെ സാറിന് എങ്ങനെ പരിചയം? എന്തിനാ സാർ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അയ്യോ, ഇതെല്ലാം കൂടി ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കരുത്, ഞാൻ കുഴഞ്ഞു പോവും. ആ, ഇനി ഏതായാലും അമ്മായി ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഓരോന്നിനായിട്ട് മറുപടി പറയാം. ആ അതെ, ആദ്യമേ പറയട്ടെ, ഞാൻ ആര്യയുടെ ഒരു ആരാധകനാ. ഫാൻ. ആര്യയുടെ പാട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് അതിലൂടെ ആര്യ ഇഷ്ടപ്പെടുന്ന ഒരാൾ. അങ്ങനെ കണ്ടാ മതി. അല്ല, ഞാൻ ഒരു തവണ ഫോൺ ചെയ്യും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആര്യക്ക് ഓർമ്മ കാണും. പിന്നെ പാട്ട് നന്നായിരുന്നു കേട്ടോ. ഇനിയും പാടണം. ഞാൻ കാത്തിരിക്കും ആ ശബ്ദം കേൾക്കാൻ. സാധിക്കുമെങ്കിൽ റോജ സിനിമയിലെ ആ ഛോട്ടി സി ആച്ച എന്ന് പറഞ്ഞ പാട്ടൊന്ന് പാടാം പ്ലീസ്. ഹലോ ഹലോ, എന്താണ് ആര്യ മാഡം? പുതിയ പാട്ടൊന്നും 2 ദിവസമായിട്ട് അപ്ലോഡ് ചെയ്ത് കണ്ടില്ലല്ലോ. എന്തു പറ്റി? ഞാൻ ചത്തുപോയി. അതാ പുതിയ പാട്ടും ഡാൻസും ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. എന്താ സന്തോഷമായോ? അയ്യോ, പിന്നീടാ ഞാൻ ആര്യയെ യാദൃശ്യമായിട്ട് ആ മെലഡി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടത്. ആ നമ്മുടെ ഗിരീഷ് സരിയുടെ സ്റ്റുഡിയോയിൽ വെച്ച്. അപ്പോഴാ ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ ശബ്ദത്തിലൂടെ മാത്രം കേട്ടിരുന്ന പെൺകുട്ടിയുടെ ലോകം 2 ചക്രങ്ങൾക്കുള്ളിൽ വീർപ്പ് മുട്ടുകയാണെന്ന്. അതെ, സാരഥി സാറിന്റെ ഉദ്ദേശം എന്താ? കഥ പറയാൻ നിൽക്കാതെ വന്ന കാര്യം പറ. ഏയ് കൂൾ കൂൾ കൂൾ. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ വന്നത്. മറിച്ച് തനിക്ക് സന്തോഷിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാ. സോറി, ഈ 2 ചക്രങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയ പാട്ടുകാരിയായ എന്നെ എന്തു പറഞ്ഞിട്ടാ സാരഥി സാറ് സന്തോഷിപ്പിക്കാൻ പോകുന്നേ? എന്ത് മാജിക് ക്രിയേറ്റ് ചെയ്തിട്ട്? നോ മാജിക്, നോ മന്ത്രവാദം. പറയാൻ പോകുന്നത് സയൻസാ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ജിം ട്രെയിനർ എന്നതിനപ്പുറം ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയാ. മാത്രമല്ല, ഈ സ്പോർട്സ് മെഡിസിൻസിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഉഗ്രൻ സുഹൃത്തുക്കളും എനിക്കുണ്ട്. അതുകൊണ്ട് ഈ മോഡേൺ മെഡിസിനും പരമ്പരാഗത ചികിത്സാ രീതികളും കൂടെ ചേർന്നൊരു തെറാപ്പി സെക്ഷൻ. മീൻസ് കുറച്ച് അധിക ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സാ മുറ. താൻ അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും താൻ ഈ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കും. എന്താ, എണീറ്റ് നടക്കേണ്ടത് എനിക്ക്? ആര്യമോൾ എഴുന്നേറ്റ് നടക്കാനോ? എന്റെ കൃഷ്ണ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ സാറേ? നടക്കുന്ന കാര്യമാണ് നടക്കൂന്ന് പറഞ്ഞത്. അല്ല, അത് പിന്നെ മനസ്സിലായി. ഇന്നലെ ആദ്യമായിട്ട് കണ്ട തന്നെ എന്തിനാണ് ഞാൻ എഴുന്നേപ്പിച്ച് നടത്തുന്നത് എന്നായിരിക്കും. ചുമ്മാ ഒരു ഭ്രാന്ത്, ഒരു ഇഷ്ടം. ചില പാട്ടുകളോട് നമുക്ക് തോന്നാറില്ലേ? അതുപോലൊരു ഇഷ്ടമാണെന്ന് കരുതിയാൽ മതി. ചില ഭ്രാന്തുകൾക്ക് പിന്നാലെ പോകുന്നത് പണ്ടേ ഈ സാരഥിക്ക് ഇഷ്ടമാണ്. അല്ല സാറേ, ആര്യമോളെ നമ്മൾ നേരത്തെ കുറെ ഡോക്ടർമാരെയൊക്കെ കാണിച്ചിട്ടുള്ളതാ. ഇനി ഇത്രയും കൊല്ലം കഴിഞ്ഞ് വീണ്ടും അമ്മായിക്ക് കൃഷ്ണനെ വിശ്വാസമാണോ? ആ, എങ്കിൽ ഈ പാർത്ഥ സാരഥിയും വിശ്വസിക്കാം. ആദ്യം ഈ വിഷയം നിങ്ങൾ വീട്ടുകാരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേ. ഞാൻ വീണ്ടും വരാം. സാരഥി വീണ്ടും വരും, കാണാം നമുക്ക്.
ഇന്ന് നീ പോയ ഇടങ്ങളിൽ ജില്ലാ കോടതി എന്ന ഒരു ഇടമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. തൊട്ടു പറഞ്ഞോളെ. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ നിന്നെ എനിക്കിനി കാണണ്ട. കടക്കടാ പറഞ്ഞു.